പ്രിയമുള്ളവരെ, വചനജ്വാല 1791 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 27 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദാനിയേലിന്റെ ദർശനങ്ങൾ. 4 മൃഗങ്ങൾ. ബാബിലോൺ രാജാവായ ബെൽഷാസറിന്റെ 1-ാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയിടുകയും അതിന്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു. ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കി മറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെ പോലെയായിരുന്നു ആദ്യത്തേത്. അതിന് കഴുകന്റെ ചിറകുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിന്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി. മനുഷ്യന്റെ മനസ്സും അതിനെ നൽകപ്പെട്ടു. രണ്ടാമത് ഇതാ കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അതിന്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അതിനെ 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുകളുള്ള പുള്ളിപ്പുലിയെ പോലെ മറ്റൊരു മൃഗം. അതിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4-ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്ക് പല്ലുകളുണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷണം കഷണമായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മുൻപേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്നു. അതിന്റെ വരവോടെ ആദ്യത്തേതിൽ 3 എണ്ണം വേരോടെ പിഴുതുമാറ്റപ്പെട്ടു. ഇതാ കൊമ്പിൽ മനുഷ്യന്റേതുപോലുള്ള കണ്ണുകളും വൻപു പറയുന്ന ഒരു വായും. മനുഷ്യപുത്രൻ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി. അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമൻ പോലെ. തീജ്വാലകളായിരുന്നു അവന്റെ സിംഹാസനം. അതിന്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവന്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവന്റെ മുൻപിൽ നിന്നു. ന്യായവിധി സഭ ന്യായവിധിക്ക് ഉപവിഷ്ടയായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിന്റെ വമ്പു പറച്ചിൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിന്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവൻ പുരാതനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനപദങ്ങളും എല്ലാ ജനതകളും ഭാഷക്കാരും
അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ പന്താലയനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. വലേരിയൂസ് ചക്രവർത്തിയുടെ ഭിഷഗ്വരനായിരുന്നു പന്താലയോൻ. കൊട്ടാരത്തിലെ വിഗ്രഹാരാധനയെപ്പറ്റി കേട്ട് അവസാനം ക്രിസ്തുമതം പന്താലയൻ ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ് തീഷ്ണമതിയായ ഒരു വൃദ്ധ പുരോഹിതൻ തിരുസഭയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഡയോക്ലീഷ്യൻ മതപീഡന കാലത്ത് തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് താൻ ചെയ്യുന്ന കുറ്റത്തിന് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ സമ്പാദ്യം മുഴുവൻ ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു. അധികം താമസിയാതെ ബന്ധനത്തിലാക്കുകയും കൂട്ടുകാരെ പറ്റി കൂട്ടുകാരുടെയൊപ്പം വിശുദ്ധ പന്താലയനെയും ശിരച്ഛേദം ചെയ്യപ്പെട്ടു. വിശുദ്ധ ലൂക്കായെ പോലെ പന്താലയോനും ഭിഷഗ്വരന്മാരുടെ മധ്യസ്ഥനാണ്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ നാം വിശുദ്ധ ടൈറ്റസ് ബ്രാൻമ ഓക്കാമിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. നെതർലൻഡിൽ ജനനം, 3 സഹോദരിമാർ, കന്യാസ്ത്രീകൾ, സഹോദരൻ പുരോഹിതൻ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ടൈറ്റസ് ബ്രാൻമന്റെ മാധ്യസ്ഥവും നമുക്ക് പ്രത്യേകം യാചിക്കാം. വിശുദ്ധ ടൈറ്റസ് കത്തോലിക്ക പത്രപ്രവർത്തകരുടെ മധ്യസ്ഥൻ കൂടിയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ടൈറ്റസ് ബ്രാൻമായിൽ ഒക്കാമിനെയും രക്തസാക്ഷിയായ വിശുദ്ധ പന്താലോനെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.